ഒരു കഥയാണ്. ഇതുവരെ ആരും പറഞ്ഞു കേൾക്കാത്ത കഥ. പണ്ട് പണ്ട് എന്ന് വെച്ചാൽ ചെണ്ടയുടെ ഇണ്ട ഉണ്ടാകുന്നതിന് മുൻപേയുള്ള പണ്ട്. ജീവന്റെ ഉത്ഭവം ആദ്യം ജലത്തിലായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. അതിനുശേഷമായിരിക്കണം ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഉടലെടുക്കുന്നത്. അന്ന് ചാൾസ് ഡാർവിന് പോലും കണ്ടുപിടിക്കാനാവാത്ത ഒരു അവതാരം പിറവിയെടുത്തിരുന്നു. കാലാന്തരങ്ങളിൽ ആ അവതാരത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു. പല ഗ്രഹങ്ങളിൽ പല രൂപങ്ങളിലായിരുന്നുവെങ്കിലും സ്വഭാവ വൈകല്യം ഒന്നു തന്നെയായിരുന്നു. പിന്നീട് ആ ജീവി ലോകരാജ്യങ്ങളിലെ നേതാക്കളുടെ കൂട്ടാളിയായി പരിണമിച്ചു. ആ കാലത്ത് BC ആണോന്നറിയില്ല, പക്ഷേ AC ഇല്ലായിരുന്നു. മൂഢേശ്വരപുരം, ആഹാ, പറയാൻ തന്നെ നല്ല മൂഡ്. ആ രാജ്യം വാണിരുന്ന വീരഭദ്ര അമ്പിളിക്കുട്ടൻ മഹാരാജാവ് ഒരു ക്ഷുദ്രജീവി തന്നെയായിരുന്നു. കിഴക്ക് പടിഞ്ഞാറ് വനാന്തരങ്ങളിൽ വേട്ടയാടി തെക്ക് വടക്ക് നടന്നിരുന്ന ആ മഹാരാജാവിന്റെ രാജ്യം ദൈവം സഹായിച്ച് ഇപ്പോൾ ഭൂപടത്തിൽ പോലുമില്ല. ഈ രാജാവിനെ ഈ ഫ്ലോറിലെ ഏതെങ്കിലും രാജാവിനോട് അല്ല ക്യാരക്ടറിനോട് സാമ്യം തോന്നിയാൽ അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. കണ്ടല്ലോ, ഈ മഹാരാജാവിന്റെ മണ്ടത്തരങ്ങളിൽ മനമെടുത്ത പ്രജകൾ രാജ്യത്തിന് വേണ്ടി ഒരു മഹാമന്ത്രിയെ തിരഞ്ഞെടുത്തു. അതീവ ബുദ്ധിമാനായ ബുദ്ധിഭ്രംശം, ക്ഷമിക്കണം, സിദ്ധിപ്രകാശ്. സ്വയം ബുദ്ധിമാൻ എന്ന് കരുതുന്ന, ഇനിയിപ്പം ഞാൻ എന്തോന്ന് പറയാ, എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. പ്രമാണം മഹാരാജൻ. അയ്യോ, സൊസൈറ്റി പണയം വെച്ചേക്കുന്നു. 2 ലക്ഷം രൂപ പ്രമാണം. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ്. മര്യാദയ്ക്ക് പറഞ്ഞാ പോരാ. നമസ്കാരം മഹാരാജൻ. മഹാരാജൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തോന്ന് പറയാ, എങ്ങനെയൊക്കെ പോന്നേ. അതല്ല മഹാരാജൻ, നാം രാവിലെ പള്ളിക്കൂടത്തിൽ പോകുന്ന വഴിക്ക്, കുഞ്ഞിനെയും കൊണ്ട് പള്ളിക്കൂടത്തിൽ പോകുന്ന വഴിക്ക് നമ്മുടെ അയൽ രാജ്യത്തെ ശത്രു സൈന്യം രാജാവുണ്ടല്ലോ, ദൃഢവർദ്ധൻ, അദ്ദേഹത്തെ ഞാൻ ഒന്ന് കണ്ടു. യുദ്ധം കളിക്കാൻ വരുന്നുണ്ടോ ചോദിക്കുകയും ചെയ്തു. ഞാൻ ഓക്കെ പറഞ്ഞു മഹാരാജൻ. നിന്റെ ആര് പറഞ്ഞു ഓക്കെ പറയാ? അവന്റെ പേരെന്തുവാ? ദൃഢവർദ്ധൻ. അവന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പറ്റൂല. ഞാൻ ചെന്ന എങ്ങനെ വിളിക്കടാ? പറ്റൂല. എനിക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം, അതിന്റെ അകത്തോട്ട് രഘുരാജാവുണ്ടല്ലേ, അവനെ യുദ്ധത്തിന് വിളിക്കും. ഈസി ആയിട്ട് പറയാം, ഒരു രഘു യുദ്ധത്തിന് വാടാ. എന്നാലും ഭയമാണെന്ന് പറയുന്നത്. ആർക്ക് ഭയം? അങ്ങനെയല്ല ഭയം. എനിക്കൊരു ഭയമില്ല. ഞാൻ ഇന്നലെ വേട്ടയ്ക്ക് വരെ പോയതാണ്, അറിയാം. വേട്ടയ്ക്ക് പോയിട്ട് 5 സിംഹം, 6 കരടി, 8 പുലി, 10 കാട്ടനെ ഞാൻ വേട്ടയാടി പിടിച്ച്. മഹാരാജൻ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നില്ല, എന്നെ കൂടെ വിളിക്കണ്ടായിരുന്നോ? നിന്റെ വീട്ടിൽ വരൂല. നിന്റെ വീട്ടിലെ കിങ്ങിണി പൂച്ച എന്നെ അള്ളും. മഹാരാജൻ, മഹാരാജനോട് ഓരോ കാര്യം, നമ്മുടെ പ്രജകൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണം മഹാരാജൻ, അല്ലെങ്കിൽ പ്രജകൾ നമ്മളോട് ക്ഷമിക്കില്ല. പ്രജകൾക്ക് നമുക്ക് എന്റർടൈൻമെന്റ് വേണം മഹാരാജൻ. എന്താണ് കൊടുക്കാൻ? നമുക്ക് പ്രജകളെ കുട്ടിയും കോലും കളിക്കാൻ പഠിപ്പിക്കാം. കോൽ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം, പക്ഷെ കുട്ടി അടിച്ചു ദൂരെ കളയട്ടോ. മഹാരാജൻ, അത് നമ്മുടെ കൊട്ടാരം വിദൂഷകനാണ്. അടിക്കുന്ന കൗണ്ടറൊന്നും കേറിയില്ലെങ്കിലും വെറുതെ ഇരുന്ന് അടിച്ചോളും. മഹാരാജൻ, ആ റാണി എവിടെ? ആ റാണിയിൽ 5 എണ്ണം ഞാൻ ഭിത്തിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്, 1 എണ്ണം തുരുമിച്ചു പോയി. ഈ കോസ്റ്റ്യൂമിന്റെ വിലയെങ്കിലും കൊടുക്കണം. ആവശ്യമില്ലാതെ വായിച്ച് ചുമ്മാ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കരുത്. എപ്പോഴും ഇത് തന്നെയല്ലേ മഹാരാജൻ? മഹാറാണി എവിടെയെന്നാണ് ഞാൻ? മഹാറാണി കൊട്ടാരക്കുളത്തിൽ കുളിക്കാൻ പോയി. ചുമ്മയല്ലേ, പ്രജകളെയൊന്നും കാണാനില്ലാത്തത്. ആരുമില്ല ഇവിടെ. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ കൊട്ടാരം ഒന്ന് പൊളിച്ചു പണിയണം. എന്താ മഹാരാജൻ? ഇവിടെ നിന്ന് നോക്കിയാൽ കുളിക്കടവ് വൃത്തിയായിട്ട് കാണാം. അവിടെ പെണ്ണുങ്ങളുടെ കുളി, നന, ബഹളം. ഞാൻ രാജാവിനോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഒരുപാട് ബഹളമാണ്. വൈകുന്നേരം ആയാലും രാവിലെ ആയാലും കുളിയും ബഹളവും സംസാരം. നമുക്ക് മാറ്റി പണിയണം മഹാരാജൻ. എങ്ങോട്ട് മാറ്റി പണിയാനാണ് പ്ലാൻ? അടുത്തോട്ടാക്കണം. അതെന്തിന്? പഴയതുപോലെ കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ല. ഫ്രഷ് മഹാരാജൻ, ഫ്രഷ്. എന്താ മന്ത്രിയുടെ കയ്യിൽ 5 വിരല്. അത് അതിലും ഫ്രഷ്. ഇതെന്തോന്നു? ഇത് പത്രിക. ബാക്കിൽ 2 മുടിയൊന്ന് വെട്ടിത്താ. കത്രിക. കത്രിക എന്നല്ല പറഞ്ഞത്, പത്രിക. കുഴിമാടം, കുഴിമാനം. ആരയച്ചത്? ഇത് അയൽ രാജ്യത്തെ സുന്ദരിയായ റാണി ഉണ്ടല്ലോ, ശ്വേതത്തമ്പുരാട്ടി. എനിക്ക് അയച്ചതാ. അങ്ങേക്ക് വേണ്ടി അയച്ചതാണ്. അയച്ചോക്ക്. എന്തൊരു ഇഷ്ടമാണ് കേട്ടോ. എവിടെ?
എന്തൊരു കഷ്ടമാണ് കേട്ടോ ഇത്. അത് ചോദിക്കണം 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 ആ ചോദിക്കാം മഹാരാജൻ. എന്തൊരു ശബ്ദം മന്ത്രി? ഇതെന്താ യന്ത്രം? എൻട്രിയിൽ മാറ്റാൻ മറന്നുപോയി മഹാരാജൻ. എന്തോ ഇത്? ഇത് മൊബൈൽ. മൊബൈലോ? കോൾ എടുക്കാം. കോൾ എടുക്കാൻ പാടില്ല, അത് നമ്മുടെ ലോജിക്കിന് ചേർന്നതല്ല. അതാണോ? ഒറ്റ പരിപാടി ഉണ്ട്. അന്നത്തെ കാലത്ത് മൊബൈലും ഉണ്ടായിരുന്നു. ചേതമ്പുരാട്ടിയാണെന്ന് തോന്നുന്നു. ഹലോ ഹലോ മഹാരാജ. ചേതമ്പുരാട്ടിയല്ലേ? എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ഓ മൈ ഗോഡ്. എന്നെ കല്യാണം കഴിച്ചൂടെ? നെവർ. ഡോണ്ട് ബി സില്ലി മഹാരാജ. ഇംഗ്ലണ്ടിലുള്ള ഏതാ സായിപ്പുമായിട്ട് കല്യാണം ഉറപ്പിച്ചെന്ന്. ഡോൾബി ചില്ലി. മഹാരാജൻ അത് ഡോൺ ബി സില്ലി എന്നായിരിക്കും. എന്നാലും വലിയ കഷ്ടമായി പോയി. മഹാരാജൻ വെറുതെ സെന്റി പിടിക്കല്ലേ. പിടിച്ചാലേ താങ്ങിയത്. മഹാരാജൻ മുഖത്തൊരു ഉറക്കക്ഷീണം കാണുന്നുണ്ട്. ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അതല്ല, ഇവിടെ ഒരു കോഴിയുണ്ട്. ഈ കോഴി അതിന്റെ ഭാര്യയായിട്ട് വഴക്കൂടിയിട്ട് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും. എന്നിട്ട് ടൈമിംഗ് ഏറ്റി 12 മണിക്ക് എണിച്ചെന്ന് കൂവും. ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നാളെ എന്നെ കറി വെക്കണം. ക്ഷീണം ഉണ്ടെങ്കിൽ ശരീരത്തിൽ ഒന്ന് തടിച്ചിട്ടുണ്ട് മഹാരാജൻ. ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. ജിമ്മിലാ പോകുന്നത്? ഞാനിവിടെ അവർ പോകുന്ന ജിമ്മിലാണോ? ഇവരൊക്കെ അവിടെ ഉണ്ട്. ആ ഫിറ്റ്നസ് സെന്റർ തന്നെ അവിടെ തന്നെയാണ് ഞാനും പോകുന്നത്. അവിടെയാണ് നമ്മുടെ വിദൂഷകൻ കുട്ടിയെങ്കിലും പോകുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രാജൻ എത്ര കിലോ വരെ എടുത്ത് മാറ്റും? ഞാനൊരു 25 കിലോ വരെ എടുത്ത് മാറ്റും. ആഹാ, അപ്പൊ കുട്ടിയെ കിലോ? ഞാനൊരു 35 കിലോ വരെ എടുത്ത് മാറ്റും. മിടുക്കൻ, രാജാവിനെ കട്ടി മിടുക്കൻ. അല്ലല്ല, അപ്പൊ മറ്റേ ആകിലാണ് മിടുക്കൻ. അതെങ്ങനെ? അവൻ 120 കിലോ വരെ എടുത്ത് മാറ്റും. അതപ്പോ അതെങ്ങനെ? 120 കിലോ നോവ എടുത്ത് മാറ്റിയിട്ടല്ലേ അവ അവിടെ നമ്മുടെ പ്രജകൾക്ക് വലിയൊരു പരാതി ഉണ്ട്. എന്താണ്? അങ്ങ് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന്. വേറൊന്നുമല്ല മഹാരാജൻ, നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരുമോ എനിക്കെന്തൊരു സംശയമുണ്ട്. അതൊരു കാര്യമുണ്ട്. നമ്മളെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കും. ആണല്ലേ? പിന്നെ ഇപ്പൊ അങ്ങനെ പല ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ശത്രു രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കാതിരിക്കാൻ എന്താണ് പോംവഴി പറയൂ. അതിന് പോകാൻ വഴി പറയുന്നത് നമുക്ക് നേരിട്ട് എന്ന് പറയാം. അവരുടെ എന്തെങ്കിലും ഉപായം പറയുമോ? ഉപായം ഉണ്ട്. ഈ നമ്മുടെ കയ്യിൽ ആണവായുധം ഉണ്ടല്ലോ, അതാണ് ഈ അയൽ രാജ്യക്കാരെ നമ്മൾ ആക്രമിക്കാൻ കാരണം. അത് നല്ല അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവർ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ആണവായുധം തരാം എന്ന് പറഞ്ഞു അവരെ അറിയിച്ചാൽ പോരെ. പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ മൊബൈലിൽ ഇരിക്കുന്ന മെസ്സേജ് അയച്ചോ? മെസ്സേജ് അയക്കാം. ആണവായുധം തരാം. അതാകുമ്പോ കുഴപ്പമില്ല, ശത്രു സൈന്യങ്ങൾ നമ്മൾ രക്ഷപ്പെടാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇനി ആരും നമ്മൾ ആക്രമിക്കില്ല. കൊടുത്തേക്കാം, പോട്ടെ. മഹാരാജൻ അടിപൊളി, കൊള്ളാം. മഹാരാജൻ കുറെ പടയാളി വരുന്നുണ്ടല്ലോ. എന്തിന്? മഹാരാജന്റെ മെസ്സേജ് കണ്ടിട്ടാണോ? ആയുധം കൊടുക്കാന്ന് പറഞ്ഞില്ല, പിന്നെ തോന്നുന്നു. എന്തോന്ന് അയച്ചത്? ആണവായുധം തരാം. അണ്ണാ വാ ആയുധം തരാന്ന്. സൈന്യം വന്ന് ഇപ്പൊ രാജിയില്ലാതാക്കുന്നു മഹാരാജൻ. രാജാവിന്റെ മണ്ടത്തരം കാരണം ഒരു രാജ്യം ഇല്ലാതാക്കില്ലേ മഹാരാജൻ? എന്തോ പറയണ മന്ത്രി. മഹാരാജൻ ഒരേ ഒരു ഐഡിയ ഉള്ളൂ. എന്താ കാതിലിരിക്കുന്നത്? ശരിയാക്കി പറഞ്ഞാലും കുഴപ്പമില്ല. അത് കുറെ കൂടെ പൂ വേണം. നെഞ്ചിൽ റീത്താട്ട് വെക്കാം. ഒരു രാജ്യം ഇല്ലാതാക്കില്ലേ മഹാരാജൻ മണ്ടത്തരം കാരണം? ഇപ്പൊ എന്ത് ചെയ്യും മന്ത്രി? ഇതുവരെ കാണിക്കാത്ത ഒരു സംഭവം കാണിക്കാം. ഇത് ഒരു തുടക്കമായിരുന്നില്ല, എന്നാൽ ഒടുക്കവുമല്ല. അവതാരങ്ങൾ ഇനിയും പിറവിയെടുക്കും. പക്ഷേ ഇതുപോലെയുള്ളത് വേണോ എന്നുള്ളത് ചിന്തിക്കണം. ഈ അവതാരം ഇപ്പോഴും ജനങ്ങളെ ശല്യം ചെയ്യാൻ പ്രശസ്തമായ ഒരു സ്ഥലത്ത് വിഹരിച്ചു കൊണ്ടേയിരിക്കുന്നു. ദ റിയൽ OG ഗോഡ് അമ്പിളിക്കുട്ടൻ. എന്റെ പൊന്നമ്പിളിക്കുട്ട, എന്തിനടാ ഇങ്ങനെ ഞങ്ങളെയൊക്കെ ശല്യം ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും കയറി വരണത്? എടാ, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളിങ്ങനെ ആരെങ്കിലും ഒക്കെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമ്മൾ ഉയരോടുണ്ടെന്ന് 10 പേര് അറിയട്ടടാ. അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു ഫ്രഷ് സാധനം.